Western Group of Companies and Ye1 Coatings Private Limited. നമസ്കാരം, എയിമ വീക്കിലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ നോയിഡയിൽ നിന്ന് ദീപ്തി നായർ. ഏവർക്കും എയിമ ന്യൂസിന്റെ ഓണാശംസകൾ. പ്രധാന വാർത്തകൾ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തമിഴ്നാട് ഘടകത്തിന്റെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലനെ ആദരിച്ചു. കേരള നിയമസഭാ സാമാജികരുടെ സാന്നിധ്യത്തിൽ പ്രതിമാസ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതി നടപ്പിലാക്കി എയിമ ഒഡീഷ ഘടകം. ഭുവനേശ്വറിലായിരുന്നു ഇത്തവണ ഭക്ഷണം വിതരണം ചെയ്തത്. എയിമ മഹാരാഷ്ട്ര ഘടകത്തിന്റെ ആവശ്യക്കാർക്ക് ഭക്ഷണം രണ്ടാം ഘട്ടം പദ്ധതി സെപ്റ്റംബർ 14 നടന്നു. ഇന്ത്യ ഒന്നായി ഓണം ആഘോഷിച്ചത് എയിമക്കൊപ്പം. ആവേശത്തോടെ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ മലയാളികൾ. എയിമ യൂത്ത് വിങ് ദേശീയ തലത്തിൽ നടത്തിയ മത്സരങ്ങളുടെ ഫലം പ്രഖ്യാപിക്കുന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ബീഹാർ ഘടകത്തിന്റെ ഓണാഘോഷങ്ങൾ പാറ്റ്നയിൽ വെച്ച് നടന്നു. വിവിധ സാംസ്കാരിക പരിപാടികളോടും സ്വാദിഷ്ടമായ ഓണസദ്യയോടും കൂടി ഗുവാഹട്ടിയിൽ എയിമ ആസാം ഘടകത്തിന്റെ ഓണാഘോഷം നടന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഒഡീഷ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ജയ്പൂരിലും റൂർക്കലിയിലും ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കേരള ഘടകം വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഓണം സമുചിതമായി ആഘോഷിച്ചു. മലയാളി അസോസിയേഷൻ ഗ്രേറ്റർ നോയിഡ വെസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 22 വിപുലമായ രീതിയിൽ ഓണം ആഘോഷിച്ചു. ഡൽഹി മലയാളി അസോസിയേഷൻ ദിൽഷാദ് കോളനി ഏരിയയുടെ ഓണാഘോഷം DMA പ്രസിഡന്റ് ശ്രീ രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. എയിമയുടെ അംഗസംഘടനയായ ഉദയ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലുധിയാനയിൽ ഓണാഘോഷം നടന്നു. മലയാളി അസോസിയേഷൻ ഇന്ദിരാപുരത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ വിപുലമായ രീതിയിൽ സെപ്റ്റംബർ 22 ആഘോഷിച്ചു. എയിമ ജാർഖണ്ഡ് ഘടകം വിമൻസ് വിംഗിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 22 ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലെ സെക്ടർ 1 ഏരിയയിലെ റോഡിന്റെ വശങ്ങളിൽ തണൽ വൃക്ഷങ്ങൾ നട്ടു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഉത്തരമേഖല വൈസ് പ്രസിഡന്റ് ശ്രീ ജേസൺ ജോസഫിന്റെ അധ്യക്ഷതയിൽ എയിമ രാജസ്ഥാൻ, ഡൽഹി സംസ്ഥാന ഘടകങ്ങളുടെ യോഗം ചേർന്നു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച് മുൻ എയിമ ദേശീയ വനിതാ വിഭാഗം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പ്രേമ മേനോൻ. അസ്റ്റർ DM ഹെൽത്ത് കെയർ ഹൈദരാബാദിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പുതിയ ആശുപത്രി ആരംഭിക്കുന്നു. ടൂറിസം രംഗത്തെ രാജ്യാന്തര പുരസ്കാരം ബൈജു ഗോപാലന് മന്ത്രി ജെ ചിഞ്ചുറാണി സമ്മാനിച്ചു. റോട്ടറി ക്ലബിന്റെ യുവജന വിഭാഗമായ റോട്ടറാട്ടിന്റെ മുംബൈ ജില്ലാ പ്രതിനിധിയായി മലയാളി യുവതി തിരഞ്ഞെടുക്കപ്പെട്ടു. എയിമ രക്ഷാധികാരിയും AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനുമായ AV അനൂപിന് ഏരീസ് ഇന്റർനാഷണൽ മാരിടൈം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പുതിയ എയർലൈൻസായ ശംഖ് എയറിന് സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. DGCAയുടെ ക്ലിയറൻസ് കൂടി ലഭിച്ചാൽ സർവീസുകൾ ആരംഭിക്കും. ഏജന്റുമാരുടെ വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ബ്രിട്ടനിലെത്തിയ വിദ്യാർത്ഥികൾ ആഹാരത്തിനായി തെരുവിൽ ക്യൂ നിൽക്കുന്നു. കണ്ണൂർ വിമാനത്താവള വികസനം എന്ന ആവശ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രവാസി മലയാളികളും. കേരള നിയമസഭയുടെ പ്രവാസി മലയാളി ക്ഷേമ സമിതിയുടെ യോഗം വരുന്ന സെപ്റ്റംബർ 30 തിങ്കളാഴ്ച കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. 18 വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻറോൾമെന്റിൽ ഫീൽഡ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കി. ഇന്ത്യയുടെ UN സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗത്വത്തിന് ലോകനേതാക്കളുടെ പിന്തുണ. പ്രശസ്ത ഗസൽ ഗായകൻ ഹരിഹരൻ നായകനാകുന്ന ആദ്യ മലയാള ചിത്രം ദയാഭാരതി ഒക്ടോബർ 18 തിയേറ്ററുകളിലേക്ക്. Western Group, India's leading industrial corporation, your dependable partner towards growth. Established in 2001, we are committed to quality, trust, and innovation. At Western, we constantly strive to upgrade our processes and services, incorporating international developments to offer world-class products. Our product range is versatile and robust, including cutting-edge electrical panels, industrial heavy electrical equipment,
supermarket racking solutions, and manufacturing of stainless steel wall flanges, all designed with precision and quality. With 20 years of experience, Western's vision is to earn customer trust and delight, tirelessly serving consumers to the best of our abilities. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തമിഴ്നാട് ഘടകത്തിന്റെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലനെ ആദരിച്ചു. തിരുവോണത്തിനോട് അനുബന്ധിച്ച് എയിമയുടെ നാഷണൽ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലനെ ആദരിച്ചു. എയിമയുടെ തമിഴ്നാട് ഘടകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം.കെ. ഗോവിന്ദനും ട്രഷറർ ടി. മാധവനും പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേരള നിയമസഭാ സാമാജികരുടെ സാന്നിധ്യത്തിൽ പ്രതിമാസ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതി നടപ്പിലാക്കി എയിമ ഒഡീഷ ഘടകം. ഭുവനേശ്വറിലായിരുന്നു ഇത്തവണ ഭക്ഷണം വിതരണം ചെയ്തത്. കേരള നിയമസഭയിൽ നിന്നുള്ള എംഎൽഎമാരുടെ സാന്നിധ്യത്തിൽ നടന്ന ആവശ്യക്കാർക്ക് ഭക്ഷണം എന്ന എമ ഒഡീഷ ഘടകത്തിന്റെ സെപ്റ്റംബർ മാസത്തിലെ പരിപാടി മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നടന്നു. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, ശ്രീ സുജിത്ത് വിജയൻപിള്ള, ശ്രീ പി.എസ്. സുബാൽ, ശ്രീ സി. കെ. ഹരീന്ദ്രൻ, ശ്രീ ഐ.സി. ബാലകൃഷ്ണൻ, മുൻമന്ത്രി കൂടിയായ ശ്രീ എം.എം. മണി, ശ്രീ കെ.യു. ജനീഷകുമാർ, ശ്രീ യു.എ. ലത്തീഫ്, ശ്രീ കെ. പ്രശാന്ത്, ശ്രീ സജീവ് ജോസഫ്, ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്നീ നിയമസഭാ സാമാജികരാണ് എയിമ പ്രവർത്തകർക്കൊപ്പം സജീവമായി ആവശ്യക്കാർക്ക് ഭക്ഷണം പരിപാടിയിൽ പങ്കെടുത്തത്. എയിമ ഒഡീഷയുടെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ എം.എൽ.എമാർ അഭിനന്ദിച്ചു. എയിമ ഒഡീഷ ഘടകം പ്രസിഡന്റ് ശ്രീ ചന്ദ്രമോഹൻ നായർ, സെക്രട്ടറി ശ്രീ കെ. വി. ഗണേശകുമാർ, ദേശീയ കൗൺസിൽ അംഗം ശ്രീ മോഹൻ കെ, യൂത്ത് വിംഗ് വൈസ് ചെയർമാൻ ശ്രീ ബാലചന്ദ്രൻ ബി.എൽ, ഒഡീഷ എയിമയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. എയിമ മഹാരാഷ്ട്ര ഘടകത്തിന്റെ ആവശ്യക്കാർക്ക് ഭക്ഷണം രണ്ടാം ഘട്ടം പദ്ധതി സെപ്റ്റംബർ 14 നടന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ മഹാരാഷ്ട്ര ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 14 താനെയിലെ മാ നികേതൻ ഹോം ഫോർ ഗേൾസിൽ വെച്ച് നടത്തി. അന്തേവാസികൾക്ക് ഭക്ഷണം വിതരണം ചെയ്ത പരിപാടിയിൽ പ്രസിഡന്റ് ഇ.ടി.എ. ഖാലിദ്, ചെയർമാൻ ജ്യോതീന്ദ്രൻ മുണ്ടക്കൽ, സെക്രട്ടറി കെ. നടരാജൻ എന്നിവരും മറ്റു അംഗങ്ങളും പങ്കെടുത്തു. ഇന്ത്യ ഒന്നായി ഓണം ആഘോഷിച്ചത് എയിമക്കൊപ്പം. ആവേശത്തോടെ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ മലയാളികൾ. എയിമ യൂത്ത് വിംഗ് ദേശീയ തലത്തിൽ നടത്തിയ മത്സരങ്ങളുടെ ഫലം പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. എയിമ യൂത്ത് വിംഗ് ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. 3 മത്സരങ്ങളാണ് രാജ്യവ്യാപകമായി എയിമ യൂത്ത് വിംഗ് നടത്തിയത്. ഓരോ മത്സരത്തിലെയും വിജയികളെ എക്സ്പെർട്ട് പാനലാണ് തെരഞ്ഞെടുത്തത്. 1. ശ്രാവണം ഓണപ്പാട്ട് മത്സരം. 2. കുടുംബ ഓണം ഓണം റീൽസ് മത്സരം. 3. ഉടുത്തൊരുങ്ങിയ ഓണം ട്രഡീഷണൽ അറ്റയർ ഫോട്ടോ മത്സരം. വിജയികൾ: ശ്രാവണം ഓണപ്പാട്ട് മത്സരം, ജഡ്ജ് അനിരുദ്ധ് ഫ്രം ചെന്നൈ. ഫസ്റ്റ് പ്രൈസ് Gayatri Menon from Kerala and Siddharth from Delhi. Second prize Devananda Biju from Kerala and Beena Ramesh from Kerala. Third prize Anup from Kerala and Aditya Ajay from Tamil Nadu. ഉടുത്തൊരുങ്ങി ഓണം 2024. ജഡ്ജ് ദീപ്തി നായർ, നോയിഡ. ഫസ്റ്റ് പ്രൈസ് സജിത ഫ്രം കേരള. സെക്കൻഡ് പ്രൈസ് അഞ്ജന മനോജ് ഫ്രം ഗോവ. തേർഡ് പ്രൈസ് ഗാഥ ഫ്രം കേരള. Consolation prize Risa Praveen from Tamil Nadu. Reels
competition Kudumbavanam. Judge Ravi Kumar Ambadi from Hyderabad. First prize Arninga Rinil. Second prize Unni. Third prize Ashwin Krishna. Consolation prize Srija S. Chandran. എയ്മ യൂത്ത് വിംഗ് അണിയിച്ചൊരുക്കിയ ഓൺലൈൻ ഓണാഘോഷ പരിപാടികൾ വിജയിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നന്ദി, നമസ്കാരം. പുലർക്കാലെ പൂവിളി കേട്ട് തിരുവോണം വരവായി അണിവൈര കൈവിരലാലേ അകതാരിൽ പൊൻതിരി വെച്ച് കരളിൽ ഓർമ്മയുടെ പഴയ താവഴി തനരികിൽ മഞ്ഞ കിളി പാടി തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് വെൽക്കം ടു മർണക്കിണർ ട്രപ്പി സുന്ദരയും കുട്ടി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വന്നു സിംഗങ്ങൾ സർക്കസ് ആരംഭം സകലകല അഭ്യാസം ചിറയിലുള്ള ആനന്ദം നടക്കപ്പോറൻ ഭൂകമ്പം വേറെ പാട്ട് വേണോ എന്നാ പിടിച്ചോ 3, 4 തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് ഓൾ ഇന്ത്യ
മലയാളി അസോസിയേഷൻ ബീഹാർ ഘടകത്തിന്റെ ഓണാഘോഷങ്ങൾ പാറ്റ്നയിൽ വെച്ച് നടന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ബീഹാർ ഘടകവും കേരള കലാസമിതിയും ചേർന്ന് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 22 പാറ്റ്നയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പാറ്റ്ന മ്യൂസിയത്തിനു പുറകിലുള്ള ജാനകിനാഥൻ പാത്തിലെ സിക്ക ബിൽഡിംഗിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന വിവിധ കലാപരിപാടികളും പാരമ്പര്യ കായിക മത്സരങ്ങളും ചടങ്ങിനു മിഴിവേകി. ആർപ്പുവിളികളുമായി മാവേലി മന്നനെ വരവേറ്റ ചടങ്ങിൽ സ്വാദിഷ്ടമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. അതിഥികളെ എയിമ ബീഹാർ ഘടകം സെക്രട്ടറി ശ്രീ അജിത് കെ സ്വാഗതം ചെയ്തു. എയിമ ഒഡീഷ ഘടകം പ്രസിഡന്റ് ശ്രീ ജോസ് തോമസ്, കേരള കലാസമിതി പ്രസിഡന്റ് ശ്രീ ഷിബു സാമുവൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കേരള കലാസമിതി സെക്രട്ടറി ശ്രീമതി വിജു രാജേഷ് നന്ദി രേഖപ്പെടുത്തി. വിവിധ കലാ-സാംസ്കാരിക പരിപാടികളോടും സ്വാദിഷ്ടമായ ഓണസദ്യയോടും കൂടി ഗുവഹാട്ടിയിൽ എയിമ ആസാം ഘടകത്തിന്റെ ഓണാഘോഷം നടന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 15 ഗുവഹാട്ടിയിലെ സിൽപ്പുകുറി രാജഹുവ നാങ്കർ ഫംഗ്ഷൻ ഹാളിൽ വെച്ച് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അസം ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ രീതിയിൽ ഓണം ആഘോഷിച്ചു. വനിതാ വിംഗിന്റെ സഹകരണത്തോടെ തിരുവാതിര കളിയും വൈവിധ്യമാർന്ന കലാ-സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിരുന്നു. വനിതാ വിംഗ് ഒരുക്കിയ സ്വാദിഷ്ടമായ വിഭവങ്ങളടങ്ങിയ ഓണസദ്യ ആഘോഷങ്ങളുടെ പ്രധാന ഭാഗമായിരുന്നു. പരിപാടി സംഘടിപ്പിക്കുന്നതിനും സദ്യ ഒരുക്കുന്നതിനും വനിതാ വിഭാഗത്തിലെ ശ്രീമതി വസന്ത സിംഗ്, ശ്രീമതി പ്രസന്ന ശങ്കരൻ, ശ്രീമതി രമ പീതാംബരൻ എന്നിവർ നേതൃത്വം നൽകി. പ്രോഗ്രാം കൺവീനർ ശ്രീ സജീഷ് വിജയൻ കലാ-സാംസ്കാരിക പരിപാടികൾ ഏകോപിപ്പിച്ചു. സെക്രട്ടറി കെ ഇ ദേവസ്യ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഒഡീഷ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ജയ്പൂരിലും റൂർക്കലയിലും ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഒഡീഷ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ജയ്പൂരിലും റൂർക്കലയിലും ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ജയ്പൂരിൽ അനുരാധ കല്യാണമണ്ഡപത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികളിൽ 100-ലേറെ കുടുംബങ്ങൾ പങ്കെടുത്തു. തിരുവാതിരകളി ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും സ്വാദിഷ്ടമായ ഓണസദ്യയും ആഘോഷങ്ങൾക്കു മിഴിവേകി. എയിമ ഒഡീഷയുടെ ഡിസ്ട്രിക്ട് കൺവീനർ ശ്രീ മധുസൂദനൻ പിള്ള, കേരള സമാജം പ്രസിഡന്റ് ശ്രീ ബാലേഷകുമാർ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വമേകി. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 22 ആഘോഷങ്ങൾ. അതേ ദിവസം തന്നെ എയിമ ഒഡീഷയുടെ റൂർക്കല വിംഗും ഓണം ആഘോഷിച്ചു. ഷേനൽ മണ്ഡപത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ 500-ൽ ഏറെ ആളുകൾ പങ്കെടുത്തു. റവറന്റ് ഫാദർ ജോർജ് സി വർഗീസ്, സെയിന്റ് ഗ്രിഗോറിയസ് സ്കൂൾ പ്രിൻസിപ്പാൽ ശ്രീ ജോസഫ് ചെറിയാൻ, അഖില ഭാരതീയ അയ്യപ്പ സേവ സമിതി ചെയർമാൻ ശ്രീ പി കെ രാമചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വേദിയിൽ അതിമനോഹരമായ പൂക്കളമൊരുക്കിയ സംഘാടകർ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യ ആഘോഷങ്ങളുടെ മുഖ്യ ആകർഷണമായിരുന്നു. വൈസ് പ്രസിഡന്റ് ശ്രീ ബിജേഷ് നായർ, ജോയിന്റ് സെക്രട്ടറി ശ്രീ കെ വി ജെയിംസ്, ദേശീയ കൌൺസിൽ അംഗം ശ്രീ ആർ അംബുജാക്ഷൻ നായർ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എയിമ ഒഡീഷ ഘടകം പ്രസിഡന്റ് ശ്രീ എം ചന്ദ്രമോഹൻ നായർ, സെക്രട്ടറി ശ്രീ വി ഗണേശകുമാർ നായർ, ജോയിന്റ് ട്രഷറർ ശ്രീ കെ വേണുഗോപാൽ, യൂത്ത് വിംഗ് കൺവീനർ ശ്രീ ബി എൽ ബാലചന്ദ്രൻ, ഭുവനേശ്വറിൽ നിന്നുള്ള ഇ.സി. അംഗം ശ്രീ സോണി സിസി എന്നിവരും ചടങ്ങിൽ സജീവമായി പങ്കെടുത്തു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കേരള ഘടകം വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഓണം സമുചിതമായി ആഘോഷിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കേരള ഘടകം സെപ്റ്റംബർ 24 ഓണം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. കേരള ഘടകം വനിതാ വിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം സംഘടിപ്പിച്ചത്. യുവാക്കൾ, വനിതകൾ, മറ്റ് എയിമ അംഗങ്ങൾ എന്നിവർക്കു വേണ്ടി പ്രത്യേകം മത്സരങ്ങൾ ഒരുക്കിയിരുന്നു. വടംവലി ഉൾപ്പെടെയുള്ള പരമ്പരാഗത മത്സരങ്ങൾ ആഘോഷങ്ങൾക്ക് ആവേശം പകർന്നപ്പോൾ വനിതാ വിഭാഗമൊരുക്കിയ കലാപരിപാടികൾ കാണികൾക്ക് നയനാനന്ദകരമായി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. എയിമ കേരള ഘടകം പ്രസിഡന്റ് ശ്രീ പ്രശാന്ത്, ജനറൽ സെക്രട്ടറി ശ്രീ രവീന്ദ്രൻ പൊയിലൂർ, ദക്ഷിണമേഖല ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ നന്ദകുമാർ, ദേശീയ സെക്രട്ടറി വി പി സുകുമാരൻ, ദേശീയ വനിതാ വിംഗ് ചെയർപേഴ്സൺ ശ്രീമതി അനിത പാലാരി, ദേശീയ കൌൺസിൽ അംഗമായിരുന്ന ഡോക്ടർ വേണുഗോപാൽ, സംസ്ഥാന ഘടകം ട്രഷറർ ശ്രീ സായിറാം ഹരിദാസ് എന്നിവർക്കൊപ്പം ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ വിവിധ ദേശീയ സംസ്ഥാന നേതാക്കളും പങ്കെടുത്തിരുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലനും വൈസ് പ്രസിഡന്റ് ശ്രീ നന്ദകുമാറിനും ഓണപ്പുടവകൾ സമ്മാനിച്ചു. എയിമയുടെ ഐക്യവും ശക്തിയും വിളിച്ചോതുന്ന ആഘോഷങ്ങൾക്ക് ശേഷം എയിമ ദക്ഷിണമേഖല വൈസ് പ്രസിഡന്റ് ശ്രീ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ കേരള ഘടകം പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ പ്രത്യേക യോഗം കൂടി.
എയിമയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ യോഗത്തിൽ സംസ്ഥാന ഘടകം നേതാക്കളെ കൂടാതെ ദേശീയ സെക്രട്ടറി ശ്രീ വി പി സുകുമാരനും ദേശീയ വനിതാ വിംഗ് ചെയർപേഴ്സൺ ശ്രീമതി അനിത പാലാരിയും പങ്കെടുത്തു. മലയാളി അസോസിയേഷൻ ഗ്രേറ്റർ നോയിഡ വെസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 22 വിപുലമായ രീതിയിൽ ഓണം ആഘോഷിച്ചു. വിവിധ പരിപാടികളോടെ മലയാളി അസോസിയേഷൻ ഗ്രേറ്റർ നോയിഡ വെസ്റ്റ് ഈ വർഷത്തെ ഓണം ആഘോഷിച്ചു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 22 GD ഗോയങ്ക ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചായിരുന്നു കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രതിഫലിക്കുന്ന ആഘോഷ പരിപാടികൾ നടന്നത്. അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ടി വിനീത് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ചെയർമാൻ ശ്രീ വി രാമചന്ദ്രൻ ഓണത്തിന്റെ പ്രസക്തിയും അത് ആഘോഷിക്കുന്നതിന്റെ പ്രാധാന്യവും എടുത്തു പറഞ്ഞു. ശ്രീ പി ജയരാജ് നായർ അധ്യക്ഷപ്രസംഗം നടത്തി. മുൻ ഡയറക്ടർ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റിയും ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയിൽ നാഷണൽ പ്രൊഫഷണൽ ഓഫീസറുമായ ഡോക്ടർ മുഹമ്മദ് ആഷിൽ മുഖ്യാതിഥിയായിരുന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ കെ ആർ മനോജ്, ഡൽഹി മലയാളി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ ടോണി കണ്ണമ്പുഴ, എയിമ ഉപാധ്യക്ഷനും ലോക കേരള സഭാ അംഗവുമായ ശ്രീ ജേസൺ ജോസഫ്, എയിമ ദേശീയ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ദീപ്തി നായർ എന്നിവർ സംസാരിച്ചു. 10ാം ക്ലാസ്സിൽ മികച്ച മാർക്ക് നേടിയ കുമാരി വിധുബാല രാജീവ്, 12ാം ക്ലാസ്സിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുമാരി ബ്രൈറ്റി ബാബു എന്നിവരെയും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിലും 2ാം വയസ്സിൽ ഇടം നേടിയ മാസ്റ്റർ ആഷ്ലി വിൻ എന്നിവരെയും ആദരിച്ചു. കൂടാതെ പോപ്പുലർ ടീച്ചർ അവാർഡ് ജേതാവായ ശ്രീമതി നീതു വിനീത്, മലയാളം മിഷൻ അധ്യാപിക മിനിമോൾ CS എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ മേളം ഗതകാല സ്മരണകളിലേക്ക് കാണികളെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ കാണികൾക്ക് നയനവിരുന്നൊരുക്കി. സ്വാദിഷ്ടമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ശ്രീ മനോജ് കുമാർ നായർ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. ഡൽഹി മലയാളി അസോസിയേഷൻ ദിൽഷാദ് കോളനി ഏരിയയുടെ ഓണാഘോഷം DMA പ്രസിഡന്റ് ശ്രീ രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഡൽഹി മലയാളി അസോസിയേഷൻ ദിൽഷാദ് കോളനി ഏരിയയുടെ ഓണാഘോഷം DMA പ്രസിഡന്റ് ശ്രീ കെ രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. DMA വൈസ് പ്രസിഡന്റ് ശ്രീ രഘുനാഥൻ നായർ, DMA ജനറൽ സെക്രട്ടറി ശ്രീ ടോണി കണ്ണമ്പുഴ, ഏരിയയുടെ ഉപദേഷ്ടാവ് ശ്രീ അജികുമാർ മേടയിൽ, ഏരിയ ചെയർമാൻ ശ്രീ അജികുമാർ S, ഏരിയ വൈസ് ചെയർമാൻ ശ്രീ കെ രാജഗോപാലൻ നായർ, ഏരിയ സെക്രട്ടറി ശ്രീ പ്രശാന്ത് കുമാർ വാലിയേറ്റ്, ഏരിയ ട്രഷറർ ശ്രീ വിനോദ് വിജയൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീ സ്വാമിനാഥൻ, ശ്രീമതി കോമളം ദിവാകരൻ, മഹിളാ വിംഗ് കൺവീനർ ശ്രീമതി അംബിക ശേഖർ, DMA അഡീഷണൽ സെക്രട്ടറി ശ്രീ A മുരളീധരൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ശ്രീ R G കുറുപ്പ്, ശ്രീ RMS നായർ, ജോയിന്റ് ട്രഷറർ ശ്രീമതി സുജാത രാജൻ എന്നിവർ പ്രസംഗിച്ചു. 10, 12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, മലയാളം ക്ലാസ് അധ്യാപകർ, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ശ്രീ കുഞ്ഞിരാമൻ മാരാർ, അസോസിയേഷനിൽ 25 വർഷം പൂർത്തിയാക്കിയ അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു. തുടർന്ന് ഏരിയയിലെ കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും, ശ്രീ അജികുമാർ മേടയിലിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഗാനമേളയും, ശ്രീ ചന്ദ്രശേഖരിന്റെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. എയിമയുടെ അംഗസംഘടനയായ ഉദയ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലുധിയാനയിൽ ഓണാഘോഷം നടന്നു. എയിമയുടെ അംഗസംഘടനയായ ഉദയ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലുധിയാനയിൽ ഓണാഘോഷങ്ങൾ നടന്നു. മുൻ MLA ശ്രീ സഞ്ജയ് തൽവാർ നിലവിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലയർകോട്ല സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റും മലയാളിയുമായ ശ്രീമതി അപർണ IAS മുഖ്യാതിഥിയായിരുന്നു. എയിമ QRT ദേശീയ സെക്രട്ടറി ശ്രീ അലക്സ് പി സുനിൽ, ശ്രീ ശ്രീജിത്ത് KV, വനിതാ വിഭാഗം കൺവീനർ ശ്രീമതി സ്മിത സുനിൽ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. കുട്ടികൾക്ക് അവാർഡ് ദാനം, വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. മലയാളി അസോസിയേഷൻ ഇന്ദിരാപുരത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ വിപുലമായ രീതിയിൽ സെപ്റ്റംബർ 22 ആഘോഷിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അംഗസംഘടനയായ മലയാളി അസോസിയേഷൻ ഇന്ദിരാപുരം വിപുലമായ രീതിയിൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 22 ഓണം ആഘോഷിച്ചു. JKG ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചു നടന്ന ആഘോഷങ്ങളിൽ വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. മലയാളി അസോസിയേഷൻ ഇന്ദിരാപുരം പ്രസിഡന്റ് ശ്രീ TA ജോയ്, സെക്രട്ടറി ശ്രീ PA ആന്റണി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷങ്ങളിൽ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും സജീവമായി പങ്കെടുത്തു. എയിമ UP ഘടകം സെക്രട്ടറി മഹാശയൻ KT, എയിമ ദേശീയ കൌൺസിൽ അംഗം മനോജ് നായർ എന്നിവരും ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ആഘോഷവേളയിൽ മാവേലിയായി എത്തിയ എയിമ UP ഘടകം ജോയിന്റ് ട്രഷറർ ശ്രീ ബിജു തങ്കപ്പൻ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി. കാടും മേടും പൂക്കാലം മറന്നു ഭൂമി കന്യതൻ സ്വപ്നം എയിമ ജാർഖണ്ഡ് ഘടകം വിമൻസ് വിംഗിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 22 ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലെ സെക്ടർ 1 ഏരിയയിലെ റോഡിന്റെ വശങ്ങളിൽ തണൽ വൃക്ഷങ്ങൾ നട്ടു. എയിമ ജാർഖണ്ഡ് ഘടകം വിമൻസ് വിംഗിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 22 ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലെ സെക്ടർ 1 ഏരിയയിലെ റോഡിന്റെ വശങ്ങളിൽ തണൽ വൃക്ഷങ്ങൾ നട്ടു. എയിമ ജാർഖണ്ഡ് വിമൻസ് വിംഗ് കൺവീനർ ആശാ ബിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. രാജേശ്വരി സുരേഷ്, രേഖ സുരേഷ്, ഷീജ അനിൽ, ജ്യോതി, ശുഭ, ശ്രീജ വേണുഗോപാൽ, രാജലക്ഷ്മി, രശ്മി രാജേഷ് തുടങ്ങിയ അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. എയിമ ജാർഖണ്ഡ് ഘടകം പ്രസിഡന്റ് ശ്രീ വാസുദേവൻ നമ്പൂതിരിപ്പാടും മറ്റ് എയിമ അംഗങ്ങളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു.
ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഉത്തരമേഖല വൈസ് പ്രസിഡന്റ് ശ്രീ ജേസൺ ജോസഫിന്റെ അധ്യക്ഷതയിൽ എയിമ രാജസ്ഥാൻ ഡൽഹി സംസ്ഥാന ഘടകങ്ങളുടെ യോഗം ചേർന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഉത്തരമേഖല വൈസ് പ്രസിഡന്റ് ശ്രീ ജേസൺ ജോസഫിന്റെ അധ്യക്ഷതയിൽ എയിമ രാജസ്ഥാൻ ഘടകത്തിന്റെ യോഗം ചേർന്നു. ശ്രീ ജേസൺ ജോസഫിന്റെ 90 ദിന ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായിട്ടായിരുന്നു രാജസ്ഥാനിലെ ഭിവാഡിയിൽ വെച്ച് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 22-ന് യോഗം ചേർന്നത്. എയിമ രാജസ്ഥാന് കീഴിലുള്ള എല്ലാ അംഗസംഘടനകളെയും ബന്ധപ്പെടുക, പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതൊക്കെയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. എയിമ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ്, എയിമ രാജസ്ഥാൻ ഘടകം പ്രസിഡന്റ് ശ്രീ A ഗോപിനാഥൻ, വൈസ് പ്രസിഡന്റ് ശ്രീ P വിനോദ്, ദേശീയ ജോയിന്റ് ട്രഷറർ ശ്രീമതി പ്രശോഭ രാജൻ, എയിമ രാജസ്ഥാൻ ഘടകം സെക്രട്ടറി ശ്രീ അനിൽകുമാർ K എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഉത്തരമേഖല വൈസ് പ്രസിഡന്റ് ശ്രീ ജേസൺ ജോസഫിന്റെ 90 ദിന പരിപാടിയുടെ ഭാഗമായി ഡൽഹി എയിമ ഘടകത്തിന്റെ യോഗം ചേർന്നു. സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുക, കൂടുതൽ അംഗസംഘടനകളുമായി ഏകോപനം സാധ്യമാക്കുക തുടങ്ങിയവയായിരുന്നു യോഗത്തിന്റെ പ്രധാന അജണ്ട. എം ഡൽഹി ഘടകം പ്രസിഡന്റ് ശ്രീ അജികുമാർ മേഡയിൽ, വൈസ് പ്രസിഡന്റ് ശ്രീ പവിത്രൻ കൊയിലാണ്ടി, സെക്രട്ടറി ശ്രീ ജയകുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീ സാജൻ കുമാർ, ശ്രീമതി അനില ഷാജി, വിമൻസ് വിംഗ് കൺവീനർ ശ്രീമതി സുജ രാജേന്ദ്രൻ, ജോയിന്റ് ട്രഷറർ ശ്രീ രതീഷ് ആർ, ഓഡിറ്റർ ശ്രീ CN രാജൻ, ദേശീയ കൗൺസിൽ അംഗം ശ്രീ ടോണി കണ്ണമ്പുഴ, അംഗങ്ങളായ സത്യപാലൻ, അജികുമാർ, സജി തോമസ്, അഡ്വക്കേറ്റ് ജയശങ്കർ, അനിൽ, രഘുനാഥ്, കൃഷ്ണൻ നമ്പ്യാർ, ദേശീയ ഉപദേഷ്ടാവ് C ചന്ദ്രൻ, രാജകുമാർ നായർ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച് മുൻ എയിമ ദേശീയ വനിതാ വിഭാഗം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പ്രേമ മേനോൻ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച് മുൻ എയിമ ദേശീയ വനിതാ വിഭാഗം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പ്രേമ മേനോൻ. ഗുരുവായൂരപ്പനോടുള്ള ഭക്തി മുഴുവൻ ആവാഹിച്ചെടുത്ത മനസ്സുമായി നിറഞ്ഞാടിയ പ്രേമ മേനോൻ തന്റെ 56-ാം വയസ്സിലും കാണികളുടെ മനം കവർന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശീലിച്ചു തുടങ്ങിയ മോഹിനിയാട്ടം എന്ന ക്ലാസിക് കലാരൂപത്തോടുള്ള ഒട്ടും കുറയാതെ സൂക്ഷിക്കുന്ന അഭിനിവേശമാണ് പ്രേമ മേനോനെ മറ്റു നർത്തകികളിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത്. സ്വന്തം മകൻ ശ്രീരാജ് മേനോന്റെ ഈരടികൾക്കായിരുന്നു പ്രേമ മേനോൻ ചുവടുകൾ വെച്ചതെന്നത് ഏറെ ശ്രദ്ധേയമായി. മറ്റൊരു മകനായ നിരഞ്ജ് ബോളിവുഡിൽ സജീവ സാന്നിധ്യമാണ്. ഭർത്താവ് ഡോക്ടർ D രാംദാസ് മേനോൻ ഏറെക്കാലമായി മുംബൈയിൽ ആയുർവേദ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. അസ്റ്റർ DM ഹെൽത്ത് കെയർ ഹൈദരാബാദിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പുതിയ ആശുപത്രി ആരംഭിക്കുന്നു. ആരോഗ്യമേഖലയിലെ പ്രമുഖരായ ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഹൈദരാബാദിൽ 220 കോടി രൂപ ചെലവിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പുതിയ ആശുപത്രി നിർമ്മിക്കും. 3 ലക്ഷം ചതുരശ്ര അടിയിൽ 300 കിടക്കകളുള്ള ആശുപത്രിയുടെ നിർമ്മാണം 2026 മധ്യത്തോടെ പൂർത്തിയാക്കി പ്രവർത്തനം തുടരുമെന്ന് അസ്റ്റർ ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ ആസാദ് മൂപ്പൻ അറിയിച്ചു. 100 കിടക്കകളുള്ള തീവ്രപരിചരണ വിഭാഗവും 10 മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകളും ഉണ്ടാകും. ലോകോത്തര സാങ്കേതിക വിദ്യയിലുള്ള കാത് ലാബ്, CT MRI, ECU, IVUS സംവിധാനങ്ങളും ഇവിടെ ഒരുക്കും. ടൂറിസം രംഗത്തെ രാജ്യാന്തര പുരസ്കാരം ബൈജു ഗോപാലന് മന്ത്രി ജെ ചിഞ്ചുറാണി സമ്മാനിച്ചു. ടൂറിസം രംഗത്തെ രാജ്യാന്തര പുരസ്കാരം ശ്രീ ബൈജു ഗോപാലന് മന്ത്രി ജെ ചിഞ്ചുറാണി സമ്മാനിച്ചു. ടൂറിസം മേഖലയിലെ മികച്ച സംഭാവനകൾ പരിഗണിച്ചായിരുന്നു ഗോകുലം ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബൈജു ഗോപാലന് പുരസ്കാരം സമ്മാനിച്ചത്. അന്താരാഷ്ട്ര ടൂറിസം മാഗസിനായ മെട്രോ എക്സ്പെഡിഷനാണ് ഈ അവാർഡ് നൽകുന്നത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ വെച്ചായിരുന്നു അവാർഡ് ദാനം നടന്നത്. റോട്ടറി ക്ലബിന്റെ യുവജന വിഭാഗമായ റോട്ടറാട്ടിന്റെ മുംബൈ ജില്ലാ പ്രതിനിധിയായി മലയാളി യുവതി തിരഞ്ഞെടുക്കപ്പെട്ടു. റോട്ടറി ക്ലബിന്റെ യുവജന വിഭാഗമായ റോട്ടറാട്ടിന്റെ മുംബൈ ജില്ലാ പ്രതിനിധിയായി മലയാളി യുവതി തിരഞ്ഞെടുക്കപ്പെട്ടു. 140 ക്ലബ്ബുകളും 12,000 അംഗങ്ങളുമുള്ള 3141 ജില്ലയുടെ പ്രതിനിധിയായാണ് മലയാളിയായ അഡ്വക്കേറ്റ് നികിത സുനിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്.
മുംബൈയിലെ സാമൂഹ്യ പ്രവർത്തകയായ രാഗിയുടെയും സുനിലിന്റെയും മകളും മുൻ IRS ഉദ്യോഗസ്ഥയും മലാഡ് ബോംബെ കേരളീയ സമിതി പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പത്മ ദിവാകരന്റെ കൊച്ചുമകളുമാണ് നികിത. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളി കൂടിയാണ് ഇവർ. എയിമ രക്ഷാധികാരിയും AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനുമായ AV അനൂപിന് ഏരീസ് ഇന്റർനാഷണൽ മാരിടൈം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. എയിമ രക്ഷാധികാരിയും AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനുമായ AV അനൂപിന് ഏരീസ് ഇന്റർനാഷണൽ മാരിടൈം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ആരോഗ്യമേഖലയിലെ ഗവേഷണങ്ങൾക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ബഹുമതി. ദുബായിലെ മില്ലനിയം പ്ലാസ ഡൗൺടൗൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ അനൂപ് ഡോക്ടറേറ്റ് ഏറ്റുവാങ്ങി. ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്ഥാപക ചെയർമാൻ സോഹൻ റോയ്, എമിറേറ്റ്സ് ഇൻഷുറൻസ് അസോസിയേഷന്റെയും ഗൾഫ് ഇൻഷുറൻസ് ഫെഡറേഷന്റെയും സെക്രട്ടറി ജനറൽ ഫരീദ് ലുത്ഫി, KBI UAE ഗ്രൂപ്പ് CEO കമീസ് ജുമ ബുഹമിൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും പുതിയ എയർലൈൻസായ ശംഖ് എയറിന് സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. DGCAയുടെ ക്ലിയറൻസ് കൂടി ലഭിച്ചാൽ സർവീസുകൾ ആരംഭിക്കും. ഇന്ത്യയിലെ ഏറ്റവും പുതിയ എയർലൈൻസായ ശംഖ് എയറിന് സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. ഇനി ഫ്ലൈറ്റ് സർവീസ് ആരംഭിക്കാൻ DGCAയുടെ ക്ലിയറൻസ് ലഭിച്ചാൽ മതി. ശംഖ് ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഉത്തർപ്രദേശിലെ കമ്പനിയാണ് ഉടമ. UPയിൽ നിന്നുള്ള ആദ്യത്തെ ഷെഡ്യൂൾഡ് എയർലൈനാണിത്. ലക്നോയും നോയിഡയും കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുക. സംസ്ഥാനത്തിനകത്തും മറ്റ് സംസ്ഥാനങ്ങളിലെ നഗരങ്ങളിലേക്കും സർവീസ് നടത്തും. ഡിമാൻഡ് കൂടുതലുണ്ടെങ്കിലും നേരിട്ടുള്ള സർവീസുകൾ പരിമിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്താനാണ് ഊന്നൽ നൽകുക. ശർവൺകുമാർ വിശ്വകർമ്മയാണ് ശംഖ് ഏവിയേഷന്റെ ചെയർമാൻ. വിമാനങ്ങൾ വാങ്ങാൻ ആഗോള കമ്പനികളുമായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം താമസിയാതെ ഉണ്ടാകുമെന്ന് കമ്പനിയുടെ വെബ്സൈറ്റിൽ പറയുന്നു. ഏജന്റുമാരുടെ വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ബ്രിട്ടനിലെത്തിയ വിദ്യാർത്ഥികൾ ആഹാരത്തിനായി തെരുവിൽ ക്യൂ നിൽക്കുന്നു. വിദേശ പഠനം എന്ന മോഹം നെഞ്ചിലേറി നടക്കുന്ന ഇന്ത്യൻ യുവാക്കൾ കബളിപ്പിക്കപ്പെട്ട് ബ്രിട്ടനിൽ കഴിയുന്ന വാർത്തകൾ പുറത്തുവരുന്നു. വിദേശ പഠനകാലത്തെ ചെലവുകൾക്കായി പാർട്ട് ടൈം ജോലി ചെയ്താൽ മതിയെന്ന കള്ളവും പൊളിയുകയാണ്. ആഴ്ചയിൽ വെറും 20 മണിക്കൂറാണ് വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാൻ അനുമതി. ആ പണം എന്തിനു തികയാൻ? സൗജന്യ ഭക്ഷണത്തിനായി ലണ്ടനിലെ തെരുവുകളിൽ പാതിരാത്രി പോലും ക്യൂ നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ കുട്ടികൾ. ഉടുബാങ്കുകളെ ആശ്രയിച്ചാണ് പലരും ജീവിതം തള്ളിനീക്കുന്നത്. കണ്ണൂർ വിമാനത്താവള വികസനം എന്ന ആവശ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രവാസി മലയാളികളും. കണ്ണൂർ വിമാനത്താവള വികസനം എന്ന ആവശ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രവാസി മലയാളികളും. കണ്ണൂർ വിമാനത്താവള വികസനം ആവശ്യപ്പെട്ടുകൊണ്ട് എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ നടത്തിവരുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാസി മലയാളികളും രംഗത്തെത്തി. എയർപോർട്ട് സമരസമിതി ചെയർമാൻ രാജീവ് ജോസഫ് ഇക്കഴിഞ്ഞ 15-ാം തീയതി മുതൽ നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. കേരള നിയമസഭയുടെ പ്രവാസി മലയാളി ക്ഷേമ സമിതിയുടെ യോഗം വരുന്ന സെപ്റ്റംബർ 30 തിങ്കളാഴ്ച കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. കേരള നിയമസഭയുടെ പ്രവാസി മലയാളികളുടെ ക്ഷേമം സംബന്ധിച്ച സമിതി 2024 സെപ്റ്റംബർ 30-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും. പ്രവാസി മലയാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ജില്ലയിലെ പ്രവാസി മലയാളി സംഘടനാ പ്രതിനിധികളുമായും വ്യക്തികളുമായും ജില്ലാതല ഉദ്യോഗസ്ഥരുമായും സമിതി ചർച്ച നടത്തുന്നതും പരാതി സ്വീകരിക്കുന്നതുമാണ്. കൂടാതെ കേരളീയ പ്രവാസകാര്യ വകുപ്പ്, കേരള പ്രവാസി വെൽഫെയർ ബോർഡ്, നോർക്ക റൂട്ട്സ് എന്നിവ മുഖേന ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ അവലോകനം ചെയ്യും. പ്രവാസി മലയാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികൾക്കും വ്യക്തികൾക്കും പ്രസ്തുത യോഗത്തിൽ ഹാജരായി പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാമ്പത്തിക സഹായം നൽകാൻ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 2024 ഒക്ടോബർ 10 വരെ അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട്. വിദേശ സർവകലാശാലകളിൽ മെഡിസിൻ, എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ്, അഗ്രികൾച്ചർ, മാനേജ്മെന്റ്, സോഷ്യൽ സയൻസ്, നിയമം എന്നിവയിൽ വിദേശത്ത് ബിരുദാനന്തര ബിരുദ കോഴ്സുകളും PhDയും ചെയ്യുന്നവർക്ക് ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം അപേക്ഷിക്കാം. അപേക്ഷകരുടെ വാർഷിക വരുമാനം 6 ലക്ഷം രൂപയിൽ അധികമാകരുത്. ഗ്രാന്റ്സ് 3 പോർട്ടൽ മുഖേനയുള്ള ഓൺലൈൻ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കൂ. 60% മാർക്കിൽ കുറയാതെ അല്ലെങ്കിൽ സമാന ഗ്രേഡിൽ ബിരുദം നേടിയവരായിരിക്കണം. ബിരുദം നേടിയിട്ടുള്ള വിഷയത്തിലോ ആയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ഉപരിപഠനം നടത്തുന്നവരെ മാത്രമാണ് സ്കോളർഷിപ്പിന് പരിഗണിക്കുന്നത്. 18 വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻറോൾമെന്റിൽ ഫീൽഡ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കി. 18 വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻറോൾമെന്റിൽ ഫീൽഡ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കി. ഇതുവഴി അവരുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് നൽകിയ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കി അതിനുശേഷം മാത്രമേ ആധാർ നൽകുകയുള്ളൂ. ഫീൽഡ് വെരിഫിക്കേഷൻ തികച്ചും സൗജന്യമായി ചെയ്യുന്നതാണ്. വെരിഫിക്കേഷൻ സ്ഥിരീകരണത്തിനായി തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി, വില്ലേജ് ഓഫീസർ എന്നിവരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരും ബാക്കിയുള്ള ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാരുമാണ് സ്ഥിരീകരണം നടത്തുന്നത്. ആധാർ വെബ്സൈറ്റിൽ എൻറോൾമെന്റ് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ സംസ്ഥാനതല സ്ഥിരീകരണ നടപടിയിലാണ് എന്ന് കാണിക്കുകയോ അല്ലെങ്കിൽ എൻറോൾമെന്റ് നടത്തി 20 ദിവസത്തിന് ശേഷമോ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ചെന്ന് സ്ഥിരീകരണത്തിനായുള്ള നടപടികൾ ചെയ്യാവുന്നതാണ്. വിദേശ മലയാളികൾ എൻറോൾമെന്റ് നടത്തിയ ശേഷം വിദേശത്തേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പേ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ജില്ലക്കനുസരിച്ച് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ വേണ്ട രേഖകൾ ഹാജരാക്കി സെക്രട്ടറി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ എന്നിവരുടെ മുന്നിൽ ആധികാരികത ഉറപ്പാക്കാവുന്നതാണ്. ഇതുവഴി ഫീൽഡ് വെരിഫിക്കേഷൻ സമയമാകുമ്പോൾ എൻറോൾമെന്റ് നടത്തിയ വിദേശ മലയാളി നാട്ടിലില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ക്രമീകരണം സഹായകമാവും.
18 വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻറോൾമെന്റ് ജില്ലാതല ബ്ലോക്ക് തല അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രം വഴിയാക്കി ഭാരതീയ സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേന്ദ്രങ്ങളുടെ പട്ടിക അക്ഷയയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ UN സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗത്വത്തിന് ലോകനേതാക്കളുടെ പിന്തുണ. ഇന്ത്യയുടെ UN സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗത്വത്തിന് ലോകനേതാക്കളുടെ പിന്തുണ. ഐക്യരാഷ്ട്ര രക്ഷാ കൗൺസിലിലെ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പിന്തുണ വ്യക്തമാക്കി. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രാൻസിന്റെ ഇമ്മാനുവേൽ മാക്രോണും പിന്തുണ അറിയിച്ചിരുന്നു. രക്ഷാ കൗൺസിൽ കൂടുതൽ പ്രാതിനിധ്യമുള്ളതാകണമെന്നും കൂടുതൽ സജീവമാകണമെന്നും രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് അത് ദുർബലമാകാൻ പാടില്ലെന്നും സ്റ്റാർമർ പറഞ്ഞു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ രക്ഷാ കൗൺസിലിൽ 5 സ്ഥിരാംഗങ്ങളാണുള്ളത്. അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ് എന്നിവയാണ് അവ. പ്രമേയങ്ങൾ വീറ്റോ ചെയ്യാൻ ഈ 5 രാജ്യങ്ങൾക്കാണ് അധികാരം. സ്ഥിരമല്ലാതെ 2 വർഷത്തെ കാലാവധിയിൽ ജനറൽ അസംബ്ലി തിരഞ്ഞെടുക്കുന്ന 10 അംഗരാജ്യങ്ങളും നിലവിൽ രക്ഷാ കൗൺസിലിലുണ്ട്. ഇന്ത്യ, ജപ്പാൻ, ജർമ്മനി, ബ്രസീൽ എന്നീ രാജ്യങ്ങളെ സ്ഥിരാംഗങ്ങളാക്കണമെന്നും മറ്റ് അംഗങ്ങളുടെ എണ്ണം കൂട്ടണമെന്നും സ്റ്റാർമർ ആവശ്യപ്പെട്ടു. പ്രശസ്ത ഗസൽ ഗായകൻ ഹരിഹരൻ നായകനാകുന്ന ആദ്യ മലയാള ചിത്രം ദയാഭാരതി ഒക്ടോബർ 18 തിയേറ്ററുകളിലേക്ക്. പ്രശസ്ത ഗസൽ ഗായകൻ ഹരിഹരൻ നായകനാകുന്ന ആദ്യ മലയാള ചിത്രം ദയാഭാരതി ഒക്ടോബർ 18 തിയേറ്ററുകളിലെത്തുന്നു. തമ്പുരാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആദ്യമായി നിർമ്മാണവും വിതരണവും നിർവഹിക്കുന്ന ചിത്രം തമ്പുരാൻ ഇന്റർനാഷണൽ ഫിലിംസിന്റെ ബാനറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തമ്പുരാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സാരഥിയായ ബി വിജയകുമാറും ചാരങ്ങാട്ട് അശോകനും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് KG വിജയകുമാറാണ്. ആദിവാസി മേഖലയിലെ ചൂഷണങ്ങൾക്കുനേരെ വിരൽ ചൂണ്ടുന്നതാണ് സിനിമയുടെ പ്രമേയം. ഇതോടെ എയിമ പ്രതിവാര വാർത്ത ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഞായറാഴ്ച പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. A1 Coatings will convert your dreams into reality. Give us your dreams, we will give them wings to soar high.